പരാതി പറയുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണം നോക്കി ഒരു പ്രസ്താവന നടത്തിയ വി കെ ശ്രീകണ്ഠന്റെ പരാമർശത്തോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. ഞാനത് അറിഞ്ഞ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ പ്രതിഷേധം അറിയിച്ചു. അദ്ദേഹം അതിനകത്ത് കറക്റ്റ് ചെയ്തു. ഒരാൾ ഒരു സ്ലിപ്പ് വരാം, അത് പക്ഷെ കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തു, തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റാണ്. അതൊന്നും പറ്റില്ല, അതൊന്നും കോൺഗ്രസ് പറ്റില്ല. കോൺഗ്രസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല, അതൊക്കെ അതിന് നിങ്ങൾ അതിപ്പോ എന്ത് വെച്ചാൽ നിങ്ങൾ ഓരോ ചാനലിൽ ഓരോരുത്തരുടെ പേര് സ്ഥാനാർത്ഥിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇല്ലേ, അടുത്ത ഇലക്ഷനുള്ള നമുക്കൊന്നും ഒരു പണിയില്ലല്ലോ. കുറച്ച് പണി നമുക്ക് എടുത്താ. അടുത്ത അസംബ്ലി ഇലക്ഷന്റെ മുഴുവൻ സ്ഥാനാർത്ഥിയെ നിങ്ങൾ തീരുമാനിച്ചു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിച്ചു. നമുക്കൊരു ജോലി ഇല്ലാതാക്കല്ലേ. ഒരു തർക്കം ഉണ്ടാവില്ല, ഒരു തർക്കവും. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ തർക്കം ഉണ്ടാവണം? ഇതിന്റെ അകത്തുള്ള പ്രശ്നം വെച്ചാൽ ഒന്നിലധികം ആളുകൾ എഫിഷ്യന്റ് ആയിട്ടുള്ള അതിന് പ്രാപ്തിയുള്ള ആളുകളുണ്ട്. അതിൽ നിന്ന് ഒരാളെ ഇല്ലേ വെക്കാൻ പറ്റുള്ളൂ, ഒരാളെ വെക്കും. രാജിവെക്കേണ്ടതല്ലേ ധാർമ്മികമായി? അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ നൽകിയിട്ടുള്ള BJP കൊടുത്തുള്ള നിർദ്ദേശം പറയുന്നത് 22% വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടും BJP എന്നൊക്കെയാണ് പറയുന്നത്. കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ? കാശ്മീരിൽ നിന്ന് ഒരാളുകളെ എത്തി വോട്ട് ചേർക്കുന്നുള്ള ഒരു പ്രസ്താവന അതാണ് വെല്ലുവിളിയാണ്. അതായത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഞങ്ങൾ കൃത്രിമം കാണിക്കില്ല. കാരണം പരിശോധിക്കാൻ ഞങ്ങളുണ്ട്. ഒരു വോട്ട് പോലും അനധികൃതമായി ചേർത്താൽ, ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും അനധികൃതമായി CPM ചേർക്കില്ല, BJP ചേർക്കില്ല. നോക്കാൻ ഞങ്ങളുണ്ട് ഇപ്രാവശ്യം. അപ്പൊ കണ്ടല്ലോ, ഞങ്ങൾ വോട്ട് ചേർത്ത കണ്ടല്ല, ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ വോട്ട് ചേർത്ത കണ്ടല്ലോ. അതുപോലെ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള സംവിധാനവും കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ UDF-നും ഉണ്ട്. ഞങ്ങളത് നന്നായി പരിശോധിക്കും. ഒരാൾ കള്ളവോട്ട് ചേർത്ത് ജയിക്കാന്ന് ഒരാളും വിചാരിക്കണ്ട. അതിനുള്ള ഡയറക്ഷൻ ഒന്നും ഒരാളും കൊടുക്കണ്ട. ഇപ്പൊ പ്രൂവ് ചെയ്തല്ലോ, കള്ളവോട്ട് ചേർത്തിട്ടാണ് ജയിച്ചതെന്ന് പ്രാവശ്യം. ഇനി ഒരാളും ചേർക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെയും കൂടി ഭാഗത്ത് തെറ്റുണ്ട്, കള്ളവോട്ട് അന്ന് കയറിയില്ല. അപ്പൊ അതുകൂടി ഞങ്ങൾ വിലയിരുത്തും. വളരെ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത സ്റ്റാൻഡാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തത്. ഇടയ്ക്ക് ഞങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു വാചകം അതുകൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.